169 നമ്പർ SNDP എടവനക്കാട് സൗത്ത് ശാഖയുടെ സഹോദര സ്മാരക കുടുംബയൂണിറ്റിന്റെ 196ാമത് പ്രാർത്ഥനായോഗം പരുത്തിയെഴുത്ത് സന്തോഷിന്റെ വസതിയിൽ കൂടി. യോഗത്തിൽ SNDP ശാഖാ പ്രസിഡന്റ് ശ്രീ അശോകൻ ചള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. പ്രലീജ് MS സ്വാഗതവും ശ്രീ മാത്യൂസ് പുതുശ്ശേരി മാഷ് കുടുംബം എന്ന വിഷയത്തിൽ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. യോഗത്തിൽ ദാസ് കോമത്ത, യശ്പാൽ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സന്തോഷ് പരുത്തിയെഴുത്ത് നന്ദിയും പറഞ്ഞു. കുടുംബയോഗം ആരംഭിക്കുക. കഴിഞ്ഞ കുടുംബയോഗത്തിലെ പറയുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ ഈ കുടുംബയോഗത്തിൽ പങ്കെടുപ്പിക്കാനുള്ള ആഗ്രഹത്തോടുകൂടിയാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളെല്ലാം എത്തിയിട്ടുള്ളത്. എന്നാൽ നമ്മളോടൊപ്പം നമ്മുടെ പരിപാടിയിൽ ചെറിയ തടസ്സങ്ങളൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും പരിപാടികൾ ഭംഗിയാകാൻ ഇതിലേക്ക് നമ്മൾ അനുഗ്രഹിക്കും എന്ന് നാം കരുതുകയാണ്. സാധാരണ നമ്മുടെ കുടുംബ യൂണിറ്റ് നടത്തിക്കൊണ്ടിരുന്നൊരു സമ്പ്രദായത്തിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു മാറ്റത്തോടു കൂടിയുള്ള മുന്നോട്ട് പോക്ക് ആവശ്യമാണെന്ന് ഈ പുതിയ കമ്മിറ്റി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ഥിരമായി തുടർന്നു വരുന്ന പ്രാർത്ഥന, ഗുരുദേവ പഠനം എന്നിവയിൽ നിന്ന് മാത്രം ഒതുക്കാതെ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ട അറിവ്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ട അറിവ്, നമ്മുടെ സാമൂഹ്യ ഇടപെടലുകൾ എങ്ങനെയായിരിക്കണം, അങ്ങനെ വിവിധമായ മേഖലകളിൽ നമ്മളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും അവരെ അതിന് വിദ്യാഭ്യാസം ചെയ്യുന്ന രീതിയിൽ ഗുരുദേവൻ പറഞ്ഞവർ അറിവുകൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ വീടുകളുടെ ഇടയിലേക്ക് നമ്മളിനി ഈ പുതുതലമുറയിൽ ജീവിക്കേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുക എന്നൊരു ഉദ്ദേശം നമ്മൾ ഏറ്റെടുക്കുക. അതുകൊണ്ട് ഇനി വരുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ ഗുരുദേവന്റെ പഠനങ്ങളോടൊപ്പം ഈ ആധുനിക സമൂഹത്തിൽ നമ്മൾ ശ്രീനാരായണീയർ എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ ഒരു ഉൾക്കാഴ്ച നൽകുന്നത് കൂടിയാവണം നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് നാം തിരിച്ചറിയുക. അതുകൊണ്ടാണ് ഇന്നിവിടെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിലേക്ക് നമ്മളിതിനെ എത്തിച്ചത്. നല്ലൊരു യജ്ഞമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് അറിവ് പകരാൻ ഇവിടെ വന്നിരിക്കുന്നത് അതൊരു നല്ലൊരു മഹത്തായ സംരംഭം തന്നെയാണ്. നമ്മളെ കുട്ടികളെയൊക്കെ നല്ല നിലയിൽ കൊണ്ടുപോകാൻ ഈ പ്രഭാഷകന് കഴിയുമെന്നുമാണ് എനിക്ക് നമ്മുടെയൊക്കെ ആഗ്രഹം. അത് നടക്കും. നമ്മുടെ കുട്ടികൾ നല്ല നിലയിൽ പോകും, നല്ലൊരു ഉയർന്ന വിദ്യാഭ്യാസം കിട്ടാൻ കാരണമാകും എന്ന് കണക്കൂട്ടലാണ് നമുക്കുള്ളത്. ഇനി ഞാൻ നമ്മുടെ 170ാമത് ചതയദിനം വരെയാണ്. ഈ മാസം ഈ വർഷം നേരത്തെയാണ്. എല്ലാ വർഷവും നമുക്ക് ഓണം കഴിഞ്ഞാൽ 3ാമത്തെ ദിവസം ഇന്ന് ചതയം അങ്ങോട്ട്. ഈ വർഷം നേരത്തെ വന്നിരിക്കുന്നത് ആഗസ്റ്റ് 20-നാണ് നമ്മുടെ ചതയ ഗുരുദേവ ജയന്തി വന്നിരിക്കുന്നത്. നമ്മൾ ആഗസ്റ്റ് 11-ാം തീയതി ഈ പതാക ദിനമായിട്ട് ആഘോഷിക്കുകയാണ്. എല്ലാ ഭവനങ്ങളിലും പതാക കെട്ടണം. കൂടാതെ ഈ 18-ാം തീയതി വിളംബര ജാഥയുണ്ട്. അതിലും നമ്മളുടെ യുവാക്കൾ ഒരു ബൈക്കുകളും സ്കൂട്ടറൊക്കെ ആയിട്ട് പങ്കെടുക്കണം. കൂടാതെ ഈ ആഗസ്റ്റ് നമ്മുടെ വിദ്യാഭ്യാസ അവാർഡുണ്ട്. അതിനും നമ്മളെ +2 SSLC പാസ്സായ കുട്ടികൾ അപേക്ഷ ആഗസ്റ്റ് 5-ാം തീയതിക്കുള്ളിൽ അത് യൂണിയനിൽ ഏൽപ്പിക്കേണ്ടതുണ്ട്. അപ്പം അതിന് മുമ്പ് നമ്മുടെ ശാഖയിൽ ഏൽപ്പിക്കണം എല്ലാ നമ്മുടെ കുട്ടികളുണ്ടെങ്കിൽ പാസ്സായ കുട്ടികൾ. എല്ലാ അംഗങ്ങളും നമുക്ക് ഈ ചതയത്തിൽ പങ്കുകൊടുക്കണം. നമ്മളൊരു ശക്തിയൂടി തെളിയിക്കുന്ന ഒരു ഘോഷയാത്ര ആയിരിക്കണം. അപ്പം സാരി ഇല്ലാത്തവർ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ വർഷം സാരി കിട്ടാത്തവരുണ്ടെങ്കിൽ സാരി നമ്മൾ വാങ്ങിച്ചു തരാൻ അതിൻ്റെ സൗകര്യം ചെയ്തു വരും. അപ്പം അങ്ങനെയുള്ളവർ ശാഖയായിട്ട് ബന്ധപ്പെട്ട സാരിയും വാങ്ങിച്ചു കൊടുക്കും. കൂടാതെ എല്ലാവരും ഈ ഘോഷയാത്രയിൽ പങ്കെടുത്ത് നമ്മുടെ ശക്തി തെളിയിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ
ഉപക്രമം നിർത്തുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ ഒന്നിജ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നോക്കിക്കണ്ട് അത് വിലയിരുത്താനായി എത്തിച്ചേർന്നിരിക്കുന്ന ഐ.ടി. യൂണിയൻ്റെ സജീവ പ്രവർത്തകരായിട്ടുള്ള ശ്രീ ദാസ് കോമത്ത്, സുഹൃത്താൻപുറം, ശ്രീ ഋഷഭാൻ, ഈ ഭവനത്തിൻ്റെ കുടുംബനാഥൻ ശ്രീ സന്തോഷ്, ഇതിനെ കേൾക്കുന്ന ശ്രീ സുഹൃത്തുക്കളെ, നാട്ടുകാർക്ക് ഉചിതമായ നമസ്കാരം. വളരെയേറെ സന്തോഷം തോന്നുന്നു. പ്രതികൂലമായ സാഹചര്യത്തിൽ വീട്ടിൽ നല്ല സിനിമ കണ്ടോ, നല്ല കഥ പറഞ്ഞോ, നല്ല ഭക്ഷണം കഴിച്ചോ കഴിയേണ്ട ആളുകൾ ഈ കടുത്ത തണുപ്പ് ഉള്ള പ്രായത്തെ മറന്ന് കുട്ടികളുമായും കുടുംബനാഥനുമായും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കാഴ്ച വളരെ മനോഹരമായ കാഴ്ചയാണ്. അത് ചെറിയ കാര്യമല്ല, നത്തോലി ചെറിയ മീനല്ല എന്ന് പറയുന്ന പോലെ 67 കുടുംബങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാ മാസവും കൂടിച്ചേരുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. അപ്പം അതിനെ നേതൃത്വം നൽകുന്ന ഇതിനെയും അശോക് സാറിനെയും അതിൽ പങ്കെടുക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളെയും എന്താ സന്തോഷപൂർവ്വം അവരെ അഭിനന്ദിക്കുകയാണ് നിമിഷം. ഇനി കയ്യടിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഓരോ കയ്യടി ഇങ്ങനെയല്ല, നമ്മൾ കയ്യടിക്കാൻ വല്ലാത്ത പ്രയാസമുള്ള ആളുകളാണ്, പ്രത്യേകിച്ച് മലയാളികൾ. ആദ്യം നമ്മെ തന്നെ പ്രോത്സാഹിപ്പിക്കണം, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം, അത് പിന്നീട് ഒന്നാം ഘട്ടം നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഒരു സൂപ്പർ കയ്യിൽ കൊടുക്കുക. പ്രിയമുള്ളവരെ, ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഞങ്ങൾ ഞായറാഴ്ചകളിൽ ചെറിയ ക്ലാസ്സുകളിൽ വേദപാഠം പഠിക്കാനുള്ളത്. വേദപാഠം അല്ലെങ്കിൽ കാറ്റഗിസം എന്നാണ് ഇപ്പം ഇംഗ്ലീഷിൽ പറയുന്നത്. മുമ്പ് വേദപാഠം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം മതബോധന ക്ലാസ്. അപ്പം ഈ മതബോധന ക്ലാസ്സിൽ ടീച്ചറെ ഓരോ ആഴ്ചയും ചെയ്യേണ്ട ഒരു ഹോംവർക്ക് ഉണ്ട്, ഒരു ടാസ്ക് പറയുക. അത് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്യണം എന്ന് പറയും. പുണ്യപ്രവൃത്തി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ടീച്ചറെ അപ്പോൾ ഓരോരുത്തരും ചോദിക്കും, ടോണി എന്ത് ചെയ്ത്? ഇപ്പോൾ ടോണി വിശദീകരിക്കും, ഞാൻ അമ്മയെ സഹായിച്ചു, മുറ്റമടിക്കാൻ സഹായിച്ചു. അപ്പോൾ ഓരോരുത്തരും പറയും, ഞങ്ങൾ കടയിൽ പോയി സഹായിച്ചു. അപ്പോൾ ഓരോരുത്തർക്കും മാർക്ക് കൊടുക്കും. ചില ആളുകൾക്ക് ടീച്ചറെ കരുതി വന്നിരിക്കുന്ന മിഠായിയൊക്കെ കൊടുക്കും. അപ്പോൾ ഒരു ദിവസം ഒരു ജേക്കബ് എന്ന് പറഞ്ഞ ഒരുത്തൻ അവരുടെ ശ്രദ്ധാകഥമായി അവൻ പറഞ്ഞു, ഞാനൊരു നല്ല കാര്യം ചെയ്തു. സാധാരണ എല്ലാവരും വീട്ടിലെ അമ്മയെയും അച്ഛനെയും സഹായിക്കലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ ഇത്ര മനോഹരമായി, വീടല്ല നാട്ടിലെ കാര്യത്തിൽ അവൻ ശ്രദ്ധാലുവാണല്ലോ, എല്ലാവരും നന്നായി കൈയടിച്ചു. ടീച്ചർ പ്രത്യേകം അഭിനന്ദനം കൊടുത്തു, ടീച്ചർ വന്നിരിക്കുന്ന മിഠായി കൊടുത്തു. അപ്പോഴാണ് വികാരച്ചനെ കാണിച്ചു, ഇങ്ങനെ വലിയൊരു പയ്യനാണ്, ശ്രദ്ധിക്കപ്പെടേണ്ട പയ്യനാണെന്നൊക്കെ അങ്ങനെ അംഗീകാരങ്ങൾ കിട്ടി. അപ്പോൾ അടുത്ത ആഴ്ചയും ടീച്ചർ ക്ലാസ് കൊടുത്തു. ടീച്ചറും വളരെ ഉന്മേഷമായി. ഓരോ കോഴ്സിലും ഇങ്ങനെ ടീച്ചിങ് നോട്ടൊക്കെ കാണിക്കണം. അപ്പോൾ അതൊക്കെ ടീച്ചറും വളരെ താല്പര്യമായി, ടീച്ചറിൻ്റെ ക്ലാസ്സിലേക്ക് ചെല്ലാനൊക്കെ താല്പര്യമായി. അപ്പോൾ 2ാമത്തെ ആഴ്ചയിൽ എല്ലാവരും പറഞ്ഞ് ഞാൻ അമ്മയ്ക്ക് വീട്ടിൽ തേങ്ങ ചിരണ്ടി കൊടുത്തു. അപ്പോൾ ചില ആളുകൾ പിറക്കാൻ അടിച്ചു, അലക്കാനായിട്ട് സഹായിച്ചു, ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നു. ജേക്കബ് അപ്പോൾ എല്ലാവരും നോട്ടം ജേക്കബിലേക്കായി. ജേക്കബ് എന്ത് ചെയ്തു എന്ന് വെച്ചപ്പോൾ, ഞാനൊരു അന്ധനായിട്ടുള്ള ചേട്ടനെ റോഡ് മുറിച്ച് കിടക്കാൻ സഹായിച്ചു. അപ്പോൾ അന്നേരം ഈ രാവിലെ നമ്മൾ ആദ്യം കൈയടിച്ച പോലെയായി. ആദ്യത്തെ ക്ലാസ്സിൽ ഭയങ്കര കൈയടിയായിരുന്നു, പിന്നീടത്തെ കൈയടി ഇത്തിരി കുറഞ്ഞു. അത് ശരി, അപ്പോൾ സന്തോഷമായി. അപ്പോൾ സമ്മാനം കൊടുത്തു. 3ാമത്തെ ആഴ്ചയും ജേക്കബ് പറഞ്ഞത്, ഞാൻ അന്ധനായിട്ടുള്ള ചേട്ടന് റോഡ് മുറിച്ച് കിടക്കാൻ സഹായിക്കും. അപ്പോൾ ടീച്ചർക്ക് സംശയമായി. അങ്ങനെ ചോദിച്ചു, എന്താ ഇങ്ങനെ നിങ്ങൾ റോഡ് കിടക്കാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്തു പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ജേക്കബിന് ഉത്തരം,
ക്ലാസ്സിൽ എല്ലാവരും ഞെട്ടിച്ചു. അദ്ദേഹം പറഞ്ഞു, ആ ചേട്ടൻ പറഞ്ഞു ബാസ്റ്റേഡ് എന്ന് പറഞ്ഞു. ബാസ്റ്റേഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലൊരു ചീത്ത വാക്കാണ്. അപ്പോൾ എന്താ പറയുക, അച്ഛനില്ലാത്തവനെന്നുള്ള അർത്ഥമാണ് എന്നുള്ളത്. ടീച്ചർ ആകെ ഞെട്ടി, ക്ലാസ്സിലെല്ലാവരും ഞെട്ടി, ഇവനൊരു കൂസലില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് കഥ എന്ന് നോക്കിയപ്പോഴാണ് ഈ ചേട്ടന് ഒരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ഈ ചേട്ടൻ വെറുതെ റോഡിൻ്റെ ആ സൈഡിൽ നിൽക്കുകയാണ്. ഇവൻ എല്ലാ ദിവസവും പോയി പഠിച്ചുകൊണ്ട് പോയി തിരിച്ച് ആദ്യത്തെ ആഴ്ച സഹിച്ചു, രണ്ടാമത്തെ ആഴ്ച സഹിച്ചു, മൂന്നാമത്തെ ആഴ്ചയും അപ്പോൾ തരം മാറി. പ്രിയമുള്ളവരെ, ഞാനിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കൊന്നും അറിയില്ല. കുറേ സാമൂഹിക പ്രവർത്തകരുണ്ട്. ഞാൻ ഇന്നത്തെ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഒരു സ്റ്റൈൽ, പത്രത്തിൽ പേര് വരിക, അല്ലെങ്കിൽ ഫോട്ടോ വരിക, ആളാകുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഇങ്ങനെ പോവുകയാണ്. വാസ്തവത്തിൽ ഈ ഇത്തരത്തിലൊരു കൂടിച്ചേരലിനെ ഞാൻ അഭിനന്ദിക്കാൻ കാരണം ഇതാണ് ഗുരുദേവൻ പറഞ്ഞത്. വിദ്യ നേടുക എന്നത്, സംഘടിച്ച് ശക്തി നേടുക. അദ്ദേഹം യാത്രാമധ്യേ ഒരു ക്ഷേത്രത്തിൽ വിശ്രമിക്കാനായിട്ട് എത്തുമ്പോഴാണ് കുറച്ച് പ്രമാണികമാരായിട്ടുള്ള സംഘ പ്രവർത്തകരായിട്ടുള്ള ചെന്ന് പറയുകയാണ്, അല്ലെങ്കിൽ സ്വാമിജി, ക്രിസ്തുമത വിശ്വാസികൾക്ക് അവർക്ക് തീർത്ഥാടനം നടത്താനായിട്ട് വത്തിക്കാനുണ്ട്, പിന്നെ നമ്മുടെ നാട്ടിൽ മലയാറ്റൂരുണ്ട്, ഇതുണ്ട്. നമ്മുടെ ആളുകൾക്ക് ഒന്നും അതുപോലെ ശിവഗിരി ഒന്ന് തീർത്ഥാടന കേന്ദ്രമായിട്ട് അങ്ങൊന്ന് പ്രഖ്യാപിച്ച നല്ലതായിരിക്കും എന്ന് ഒരാശയം വെച്ചു. അപ്പോൾ ആലോചിച്ചു, ശിവഗിരി ആണെങ്കിൽ നല്ല സുഖസൗകര്യമുള്ള പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്, പിന്നെ ശാരദാദേവിയുടെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നല്ലതായിരിക്കുന്നു എന്ന് ഇദ്ദേഹം ഇവരോട് പറയുന്നു. അപ്പോൾ അദ്ദേഹം അതിനെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് അങ്ങനെ തുടങ്ങിയതാണ് ശിവഗിരി തീർത്ഥാടനം. അപ്പോൾ ശിവഗിരി തീർത്ഥാടനത്തിൽ 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെച്ചേക്കുന്നതിൽ ഒന്നാമത്തെ കാര്യം വിദ്യാഭ്യാസം. 6 വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തണം. അപ്പോൾ അതിലൊന്നാമത്തെ പ്രഭാഷണം വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ കുടുംബം ഇപ്പോൾ ധാരാളം സാമൂഹിക പ്രവർത്തനം ചെയ്ത് എന്തിനാണ് ചെയ്യണമെന്നും എന്താണ് ചെയ്യണമെന്നും ഒരു ഇതില്ലാതെ ഈ അന്ധനെ പിടിച്ച് അവന് ആവശ്യമില്ലാത്ത കാര്യം പിടിച്ച് റോഡ് മുറിച്ച് കടക്കുന്ന പോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് വളരെ അർത്ഥപൂർണമായ ഒരു സംഗതിയാണ് എന്ന് പറയാൻ ഞാൻ ഒട്ടും അതിനകത്ത് എന്താ ഒരു തരത്തിലും ഒരു കൂട്ടിച്ചേർക്കലൊന്നുമില്ലാതെ വളരെ എന്താ പറയുക ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. ഇതില് ഫ്രിഡ്ജില്ലാത്തവരുണ്ടോ? ഫ്രിഡ്ജില്ലാത്തവരുണ്ട് അല്ലേ? പ്രഷർ കുക്കറൊക്കെ ഉണ്ടാവുമല്ലോ, ഉണ്ട്. സൈക്കിൾ ഉണ്ടാവുമല്ലോ, ഉണ്ട്. ഇനിയിപ്പോൾ ഫ്രിഡ്ജില്ലാത്തവർക്ക് അയ്യോ ഫ്രിഡ്ജില്ല, ഞാൻ ചോദിക്കണ ഇത്രയേ ഉള്ളൂ, നമ്മൾ പണ്ടത്തെ ആ സാഹചര്യമാണോ ഇപ്പോൾ? പണ്ട് ഈ വഴിയൊന്നും ഓർക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളൊക്കെ വിവാഹം കഴിച്ച് വന്നവരാണ് അല്ലേ? അശോകൻ സാറിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും, ഈ വഴിക്കും വികസിച്ചിട്ടില്ല. പണ്ട് നമ്മുടെ വീട്ടിലൊരു സൈക്കിൾ എന്ന് പറയുന്നത് നമുക്ക് കളി കാണാൻ പോലും പറ്റില്ല. വഴിക്കൂടി സമ്പന്നരായിട്ടുള്ള ആളുകൾ ചവിട്ടിക്കൊണ്ട് വരും. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ സൈക്കിളായി. അത് കുട്ടികൾക്ക് ജനിക്കുന്നതിന് മുമ്പ് തന്നെ സൈക്കിൾ വാങ്ങിച്ചാണ് അപ്പാപ്പനും അങ്കിളും ഒക്കെ ഇരിക്കുന്നത്, ഇന്ന് ജനിക്കുന്നതിന് മുമ്പേ തന്നെ. പിന്നെ ഇപ്പോൾ ഫ്രിഡ്ജ് ഒട്ടുമിക്ക വീടുകളിലുണ്ട്. ഇപ്പം നമ്മുടെ ജീവിതത്തിന് സുഖം നൽകുന്ന ധാരാളം കാര്യങ്ങൾ ഒട്ടുമിക്ക വീടുകളുണ്ട്. 1-2 വീടുകളിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളില്ലാത്തതുള്ളൂ. അതൊക്കെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇൻസ്റ്റാൾമെൻ്റായിട്ട് ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയേറെ സന്തോഷം അല്ലെങ്കിൽ ഇത്രയേറെ സൗകര്യം ഉണ്ടായിട്ടും ഇന്നും ആളുകൾക്ക് സന്തോഷമില്ലെന്നാണ് കണക്ക് പറയുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ? ജീവിതത്തിൽ ധാരാളം സുഖസൗകര്യങ്ങൾ വർദ്ധിച്ചെങ്കിലും ആത്മാർത്ഥമായ സന്തോഷമില്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്.
അത് എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് പഠനം പറയുന്നത് നമ്മുടെ തലച്ചോറിൽ നമുക്ക് സന്തോഷം നൽകുന്ന 4 പ്രത്യേകതരം ഹോർമോണുകൾ അതിൻ്റെ ഉൽപാദനം കുറയുന്നു. മനസ്സിലായോ? നമുക്ക് ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചു, നമുക്ക് ധാരാളം യാത്രാ സൗകര്യങ്ങളുണ്ട്, കഞ്ഞിയും കറിയും വെക്കാൻ എളുപ്പ സൗകര്യങ്ങളുണ്ട്. മുമ്പ് നമ്മൾ വിറക് ഊതി കത്തിച്ചിരുന്നു, അത് നമ്മൾ വിറക് കത്തിച്ച് ചായ വിരുന്നേരം വന്നു കഴിഞ്ഞാൽ ചായ കളിപ്പിച്ചു. പാല് വാങ്ങിക്കാത്ത കുടുംബങ്ങൾ വളരെ കുറവാണ് അല്ലേ? വീട്ടുകാരൻ രാവിലെ പോയാൽ അത് വൈകിട്ട് പോയാൽ ഒരു പാൽ കവറുമായിട്ട് വരാറുണ്ട്. ഇപ്പം ജീവിതത്തിൻ്റെ ഇപ്പോൾ ഉടുപ്പ് കുട്ടികൾക്ക് ഒരു യൂണിഫോം, പണ്ടൊക്കെ ഒരു യൂണിഫോം ഇട്ടിരുന്നതിന് യൂണിഫോം ഇല്ലായിരുന്നു. ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോം ഉണ്ടായിരുന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് സമ്പന്നമായ കുടുംബങ്ങളായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ ബെല്ലടിച്ച ഉടനെ തന്നെ ചാടി വീട്ടിലേക്ക് ഓടും, അല്ലെങ്കിൽ ഏറ്റവും അവസാനമേ പോകും. എന്താ കാരണം എന്നറിയാമോ? ഞങ്ങളുടെയൊക്കെ ട്രൗസറിൻ്റെ മൂട് കീറിയിരിക്കും. അപ്പം കൂടെ ഉള്ളവർ എന്ത് പറയും, പാകിസ്ഥാൻ വെടിവെച്ചു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അപ്പം ഇങ്ങനെ മൂട് താങ്ങിയാണ്, ബട്ടൺസൊന്നും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ബട്ടൺസ് ഇല്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ ബട്ടൺസിൻ്റെ ഹോളിൽ കൂടി ഇങ്ങനെ കെട്ടിട്ട് ഒരു കുത്തൊക്കെ ഉണ്ട്, ഇങ്ങനെ കുത്തി കുടയില്ലാതെ മഴയത്ത് ഇങ്ങനെ പോകും. എല്ലാത്തിനും പുസ്തകം ഉണ്ടാവില്ല. ഒരു നോട്ട് ബുക്കിൽ ഒരു വശത്ത് ബയോളജി, ഒരു സ്ഥലത്ത് എന്താ പറയുക ഫിസിക്സ്, അതും ഇതൊക്കെ ആയിട്ടൊക്കെ വെച്ചത്. അപ്പം ഇന്നങ്ങനെയല്ല. ഇന്ന് ഒരു പെൻസിൽ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തേക്കുള്ള പെൻസിലായിട്ടാണ് അമ്മ വരുന്നത്. അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒട്ടും പരിചിതമല്ലാത്ത, ഒട്ടും പ്രശസ്തരല്ലാത്ത എന്നെയും കൂടി ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ കാണിച്ച സന്മനസ്സിന് നന്ദി പ്രകാശിക്കുന്നു.